സുഹൃത്തുക്കളെ, ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറ പുതിയകാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് നല്ല കിടിലൻ എലിവേഷനിൽ ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം 5 മീറ്ററോളം വരുന്ന വൈഡ് റോഡ്, അത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 2 സൈഡും റോഡാണ്. ഈ കോർണറിൽ കാണുന്ന എലിവേഷനിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഇത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ആരാധനാലയങ്ങളായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. സ്കൂള്, കോളേജ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. പിന്നെ ഇതിൽ നമുക്ക് 3 വാഹനം പാർക്ക് ചെയ്യാം. അതായത് ഒരു XUV അല്ലെങ്കിൽ 2 ചെറിയ സഡാൻ മോഡൽ വാഹനവും പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല രീതിയിൽ മനോഹരമാക്കിയിട്ടുണ്ട്. അതായത് ചെടികളും പ്ലാന്റ്സുകളൊക്കെ നട്ട് നല്ല കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. പിന്നെ ഇതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദർശനമായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെറ്റ് ബാക്ക് ഒക്കെ നല്ല രീതിയിൽ അത്യാവശ്യം ഏകദേശം ഒരു 2 മീറ്ററോളം സെറ്റ് ബാക്ക് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്, കണ്ണീര് പോലത്തെ വെള്ളമാണ്. പിന്നെ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇത്തരം സൗകര്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് വർക്ക് ഏരിയ കൂടാതെ തന്നെ ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ്. അപ്പോൾ സെമി ഫർണിഷ്ഡോട് കൂടിയിട്ടുള്ള നല്ല ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിൽ വരുന്നൊരു പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? കയറി വാ. ഇവിടെ ആയിട്ടാണ് 3 ചെയറിടാൻ പറ്റുന്ന ഒരു സിറ്റ് ഔട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഡോറ് വരുന്നത് ആഞ്ഞിലിയാണ്. ആഞ്ഞിലി, മഹാഗണി മുതലായവ തടികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ നല്ല ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിൽ തന്നെ ചെയ്ത് തീർത്തിട്ടുണ്ട് ഇതിൻ്റെ ഓണർ എന്നുള്ളതാണ്. പരമാവധി ആ ഒരു സൗകര്യം, ആ ഒരു ലാൻഡിൻ്റെ സൗകര്യം, അതിനനുസരിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് അത്രത്തോളം സൗകര്യത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് താഴെ ഒരു ബെഡ്റൂമാണ് കേട്ടോ. സെമി ഫർണിഷ്ഡോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ കോട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കർട്ടൻ അവൈലബിൾ ആണ്. അതുപോലെ സീലിംഗ് ഫാൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെയായിട്ടാണ് വാൾഡ്രോബിന്റെ സ്ഥാനം വരുന്നത്. അതുപോലെ UPVC ഡോറുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. അറ്റാച്ച്ഡ് ആണ്. അപ്പൊ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടി 5 സെന്റിലാണ് 2300 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റെയറൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെയറുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഫിക്സ്ഡ് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വലിയൊരു പാനലിംഗ് വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് ഈ ഭാഗത്താണ് നമുക്ക് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വാഷ് ബേസിൻ, കൗണ്ടർ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ചെറിയൊരു പാഷ്യോ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ ഇത് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഡോറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് മോഡുലർ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് ഒക്കെ നാനോ വൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പർ ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്രോക്കറി ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ബീഡിങ്ങിലായിട്ട് ചെറിയ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വർക്ക് ഏരിയ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വർക്ക് ഏരിയ. അപ്പൊ രണ്ടും വളരെയധികം സ്പേസ് കൊടുത്ത് തന്നെ വളരെയധികം മനോഹരമായിട്ടുള്ള തന്നെ മോഡുലർ കിച്ചണായിട്ട് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെയും കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള അത്യാവശ്യം സ്പേസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഇവിടെ ആർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇന്റീരിയർ വളരെയധികം മനോഹരമാക്കുന്ന രീതിയിൽ ഒരുപാട് ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊരു ഡയറക്റ്റ്ലി സൺലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ സൺലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ വലിയൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം സൗകര്യങ്ങൾ നമുക്ക് താഴെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അപ്പൊ ഹാൻഡ് റെയിലൊക്കെ തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിലെ സ്റ്റെപ്പും തടിയിൽ തന്നെ ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്കൊരു ഊഞ്ചാല വരുന്നുണ്ട്. അപ്പൊ മുകളിൽ നമുക്ക് 3 ബെഡ്റൂമാണ്, താഴെ 1 ബെഡ്റൂമും, മുകളിൽ 3 ബെഡ്റൂം എന്ന നിലയിലാണ് ഒരുക്കിയിട്ടുള്ളത്. വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ബേ വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ടാണ് വാൾഡ്രോബിന്റെ സ്ഥാനം വരുന്നത്. അത് മൊത്തത്തിൽ മൊത്തം പാനൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ 6 സൈഡും നമുക്ക് വാം ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വളരെയധികം മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി വരുന്നുണ്ട്. ഈ ഒരു റൂട്ടിലേക്കുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. അമ്പലമുണ്ട്, പള്ളിയുണ്ട്,
ചർച്ച് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും വരുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ്. പിന്നെ ഇനി നമുക്ക് വരുന്നത് ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ, ഇത് അറ്റാച്ച്ഡ് ആണ് കണ്ടോ, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് കൊടുത്തിട്ടുണ്ട്, സെറയുടെ ആണ്, അതും കൺസീൽഡോട് കൂടിയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് വരുന്നത്. സാനിറ്ററി ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറയുടെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 ബെഡ്റൂമുകളാണ്. 2 ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഒന്ന് ചെറിയ ബെഡ്റൂമും ഒന്ന് വലിയ ബെഡ്റൂമും, അതായത് നമുക്ക് ഒരു ഓഫീസ് റൂമായിട്ട് അത് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനുള്ള ചോയ്സ് ആണത്. അതായത് നമുക്കിത് ആ ഒരു റൂം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് ഇത് ഒരു ബെഡ്റൂമാണ്, ഇതും നമുക്ക് കോട്ടും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എവിടെയായിട്ടാണ് ഈ ഒരു ഭാഗത്താണ് നമുക്ക് വേണ്ട ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. അതുപോലെ ഈ ഭാഗത്ത് നമുക്ക് സിസ്റ്റം എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനുള്ള സൗകര്യം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി ടേബിൾ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. കണ്ട, ഇതാണ് ഓഫീസ് റൂം ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ കിഡ്സ് റൂം ആക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം അത് തന്നെയാണ്. വാ, ഇവിടെയായിട്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊഫഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ സൗകര്യങ്ങളും ഒത്തു വന്നിട്ടുള്ളൊരു പ്രോപ്പർട്ടി കൂടിയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണിത്തുറ പുതിയകാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിനോട് കൂടിയിട്ടുള്ള സെമി ഫർണിഷ്ഡോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന പ്രൈസ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ബാൽക്കണി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ പ്ലാന്റ്സുകളൊക്കെ നട്ടിട്ടുണ്ട് ചുറ്റിനും. ഈ വീടിന് ഭംഗിയെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് 5 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂം, താഴെ 1 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമും വരുന്ന 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് 1,30,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങളൊരു വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ വിളിക്കുക. ഇതുപോലെയുള്ള നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.